നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ദുബായ് മെട്രോയിൽ മാസ്ക് ഇല്ലാതെ ഏഷ്യക്കാരനായ യുവാവിന്റെ ഡാൻസ്, പ്രവാസി അറസ്റ്റിൽ. ചീത്ത രീതിയിലുള്ള ഗോഷ്ഠി പ്രകടനങ്ങളും മറ്റു യാത്രക്കാരെ ശല്യം ചെയ്തതിനും കോവിഡ് പെരുമാറ്റച്ചട്ടം ലംഘിച്ച് മാസ്ക് ഇല്ലാതെ യാത്ര ചെയ്തതിനുമാണ് ഏഷ്യക്കാരനെ അറസ്റ്റ് ചെയ്തത്. ദുബായ് മെട്രോ ട്രെയിൽ യാത്രക്കിടെയായിരുന്നു മാസ്ക് ഇല്ലാതെയും സഭ്യതയില്ലാതെയും നൃത്തം ചെയ്ത പ്രവാസിയെ പോലീസ് അറസ്റ്റ് ചെയ്തത്. മെട്രോ യാത്രക്കാരെ ശല്യം ചെയ്തതിന് ചുരുങ്ങിയതിന് 5000 രൂപ ഫൈനും 6 മാസം വരെ തടവ് ശിക്ഷയുമാണ് ഇയാളെ കാത്തിരിക്കുന്നത്. പിടിയിലായ ഏഷ്യൻ പ്രവാസി മോശമായ പ്രവർത്തനങ്ങൾക്കാണ് പിടിയിലായതെന്ന് പോലീസ് പറയുന്നു. എന്നാൽ ഇതേക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ വെളിപ്പെടുത്താൻ തയ്യാറായില്ല. ഓടിക്കൊണ്ടിരിക്കുന്ന മെട്രോ ട്രെയിനിൽ മാസ്ക് ഇടാതെ ഡാൻസ് ചെയ്യുന്ന വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കപ്പെട്ടതിനെ തുടർന്നാണ് ഇയാളെ പോലീസ് കണ്ടെത്തി അറസ്റ്റ് ചെയ്തത്. ചുറ്റും നിൽക്കുന്നവരെ ശല്യം ചെയ്തുകൊണ്ട് മാസ്ക് ധരിക്കാതെ ഡാൻസ് ചെയ്ത ഇയാൾക്കെതിരെ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രതിഷേധം ശക്തമായിരുന്നു. കോവിഡ് പെരുമാറ്റച്ചട്ടം ലംഘിച്ചതിന് ഇയാൾക്കെതിരെ ഫൈൻ ചുമത്തിയതായും പോലീസ് അറിയിച്ചു. അതേസമയം കോവിഡ് പ്രതിരോധ കുത്തിവെപ്പ് എടുക്കാത്ത കുട്ടികൾക്ക് ദുബായിലെ പൊതുപരിപാടികളിൽ പങ്കെടുക്കാൻ അനുവാദമില്ല. വിവാഹം പോലുള്ള ഒത്തുചേരലുകൾ, എക്സിബിഷനുകൾ, സാമൂഹിക സമ്മേളനങ്ങൾ എന്നിവയിൽ പങ്കെടുക്കണമെങ്കിൽ കുട്ടികൾ വാക്സിൻ എടുത്തിരിക്കണമെന്ന് അധികൃതർ നിർദ്ദേശിച്ചു. നിലവിൽ 12 വയസ്സിന് മുകളിൽ പ്രായമുള്ള കുട്ടികൾക്കാണ് രാജ്യത്ത് വാക്സിൻ സ്വീകരിക്കാൻ അനുവാദമുള്ളത്. 12 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് വിവാഹ പാർട്ടികൾ, ജന്മദിനാഘോഷങ്ങൾ, കായിക പരിപാടികൾ, മറ്റ് സാമൂഹിക സമ്മേളനങ്ങൾ എന്നിവയിൽ പങ്കെടുക്കാൻ അനുവാദമില്ല. വ്യക്തികൾ വാക്സിൻ 2 ഡോസും സ്വീകരിച്ച് 2 ആഴ്ച പൂർത്തിയാക്കിയാൽ മാത്രമേ പൊതുപരിപാടികളിൽ പങ്കെടുക്കാൻ പാടുള്ളൂ. പ്രതിരോധ കുത്തിവെപ്പ് എടുക്കാത്തവർക്ക് സ്വന്തം സുരക്ഷയ്ക്കും മറ്റുള്ളവരുടെ സുരക്ഷയ്ക്കുമായി പരിപാടിയിൽ പങ്കെടുക്കാൻ അനുവാദമില്ലെന്നും ദുബായ് സുപ്രീം കമ്മിറ്റി ഓഫ് ക്രൈസിസ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അധികൃതർ അറിയിച്ചു. കഴിഞ്ഞ മെയ് 12 മുതൽ 15 വയസ്സ് വരെയുള്ളവർക്ക് ഫൈസർ ബയോടെക് വാക്സിൻ അടിയന്തരമായി ഉപയോഗിക്കാൻ ആരോഗ്യ പ്രതിരോധ മന്ത്രാലയം അനുമതി നൽകിയിരുന്നു. പൊതുപരിപാടികളിൽ പങ്കെടുക്കുന്നവർ വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് കയ്യിൽ കരുതണം. അല്ലെങ്കിൽ അൽ ഹൊസസൻ ആപ്പ് വഴിയോ ദുബായ് ഹെൽത്ത് അതോറിറ്റി ആപ്പ് വഴിയോ വാക്സിൻ എടുക്കുന്നതിന്റെ രേഖ കാണിച്ചിരിക്കണം. എല്ലാ കോവിഡ് മുൻകരുതൽ നടപടികളും പൊതുജനങ്ങൾ പൂർണ്ണമായും പാലിച്ചിരിക്കണമെന്നും അധികൃതർ ഓർമ്മിപ്പിച്ചു. നടപടികൾ കൃത്യമായി പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ അധികാരികൾ പരിശോധന തുടരും. നിയമലംഘകർക്ക് കടുത്ത ശിക്ഷ ലഭിക്കും. ന്യൂസ് ഡെസ്ക്, പ്രവാസി മലയാളി.